ഹേയ് കുട്ടീസ്, എല്ലാവർക്കും സുഖമാണോ? എനിക്ക് സുഖമില്ല എന്നുള്ളത് എന്റെ സ്ഥിരം വ്യൂവേഴ്സിലുള്ള എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ടായിരിക്കും. കാരണം അത്രയ്ക്ക് തന്നെ എന്റെ സൗണ്ട് മാറിയിട്ടുണ്ട്. ചില ഷോർട്സിലൊക്കെ നല്ല ഡിഫറൻസ് ഉണ്ട് കേട്ടോ സൗണ്ടിന്. ഈ വീഡിയോ തന്നെ എടുത്തു വെച്ചിട്ട് ഇത്തിരി ദിവസമായി. പക്ഷെ അതിന് സൗണ്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു കണ്ടീഷനിൽ അല്ലാത്തത് കൊണ്ടാണ് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ ഇത്രയും താമസിച്ചത്. ഇനി നമുക്ക് നമ്മുടെ വിഷയത്തിലോട്ട് വരാം. ചെയ്യുന്നത് ജേർണലിംഗ് ഐഡിയാസ് ആണ്. എടുത്തു പറയാം 1 പേജ് ജേർണലിംഗ് ഐഡിയാസ് ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്ത് അത് 2 പേജസിലോട്ടൊക്കെ ചെയ്യാം. അങ്ങനെ പറയാൻ കാരണം നമ്മുടെ ചാനൽ കാണുന്ന എല്ലാവരും ക്രാഫ്റ്റ് ഇഷ്ടമുള്ളവരായിരിക്കുമല്ലോ. അപ്പൊ ജേർണലിംഗ് അത്യാവശ്യം ട്രെൻഡിൽ നിൽക്കുന്ന കാര്യമാണ്, നമ്മുടെ ലൈഫിന്റെ ഒരു ഭാഗവുമാണ്. അങ്ങനെയുള്ള എല്ലാവരുടെ കയ്യിലും ഒരു പഴയ നോട്ട്ബുക്ക് എങ്കിലും കാണുമല്ലേ ജേർണലിങ്ങിന് വേണ്ടിയിട്ട്. അപ്പൊ ആ നോട്ട്ബുക്കിലൊക്കെ ഇടയ്ക്ക് മുറയ്ക്കുമായിട്ട് നമ്മൾ അവിടെ പേജുകളൊക്കെ ഇട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. അവസാനം നമ്മുടെ ജേർണൽ ഒന്ന് എടുത്തു നോക്കുമ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട്, അവിടെ എഴുതിയിട്ടില്ല എന്നുള്ളൊരു അവസ്ഥയിലോട്ടായിരിക്കും നിൽക്കുന്നത്. ആ അവസ്ഥ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഓരോ ഐഡിയാസും. കാര്യം പറഞ്ഞു നമ്മുടെ ഫസ്റ്റ് പേജ് എന്തായിരുന്നാലും നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ രണ്ടാമത്തെ ഐഡിയയിൽ എത്തിയിട്ടുണ്ട്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു ന്യൂസ് പേപ്പറാണ്. അത് നമ്മുടെ മലയാളം ന്യൂസ് പേപ്പറാണ് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ഇംഗ്ലീഷ് ന്യൂസ് പേപ്പേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ കുറെ കൂടെ ഒരു എസ്തെറ്റിക് ഫീൽ കിട്ടും. പിന്നെ മലയാളം എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് ഈ ചരമകോളം വധുവിനെ ആവശ്യമുണ്ട് അങ്ങനത്തെ സാധനങ്ങളൊന്നും എടുക്കാതെ ഏതെങ്കിലുമൊക്കെ പരസ്യങ്ങൾ വരുന്ന പേജുകൾ നോക്കി വെട്ടിയെടുത്താൽ കുറച്ചുകൂടി ഭംഗിയാണ്. അല്ലെങ്കിൽ അത് വേറൊരു വൈബായി പോകും കേട്ടോ, കയ്യിന്നേ പോകും സംഭവം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ഇതുപോലെ എഴുതി വെക്കാം. ഞാൻ പിന്നെ വീഡിയോയിൽ കാണിക്കുന്നതായതുകൊണ്ട് മിക്കവാറും കോഡ്സ് ഒക്കെ ഗൂഗിളിന്നോ പിൻട്രസ്റ്റിന്നോ ഒക്കെ ആയിരിക്കും കേട്ടോ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. നിങ്ങൾ അങ്ങനെയല്ല, നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ എഴുതുക. എന്റെ കയ്യിലും എന്റെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ജേർണൽ ഉണ്ട്. അത് ഇതുപോലെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ കാണിക്കാൻ പറ്റുന്ന ഒന്നല്ല. കാരണം നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കുമല്ലോ നമ്മൾ കൂടുതൽ എഴുതി വെക്കുക. ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യുന്ന സമയത്ത് എന്തായിരുന്നാലും പിൻട്രസ്റ്റോ ഗൂഗിളോ ഒക്കെ സെർച്ച് ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന കോഡ്സുകളാണ് എഴുതുന്നത്. കുറച്ചുകൂടി യൂസ്ഫുൾ ആയിട്ടുള്ള കോഡ്സുകളാണ് എഴുതി വെക്കുന്നത്. അങ്ങനെ വീണ്ടും കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ മൂന്നാമത്തെ എത്തി. മൂന്നാമത്തെ എന്ന് വെച്ചാൽ തിങ്സ് ടു റിമെമ്പർ എന്നാണ് കേട്ടോ. അടുത്ത് വരുന്നത് നാലാമത്തെ ഐഡിയ ആണ്. നാലാമത്തെ ഐഡിയയിൽ നമുക്ക് പ്രോപ്പർട്ടീസ് വേണം. പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു കുഞ്ഞു കെട്ട് പഞ്ഞിയാണ്, കുറേ മേഘങ്ങളാണ് കേട്ടോ. പശയൊക്കെ തേച്ച് ഒട്ടിച്ചു വന്നപ്പോൾ കയ്യിൽ അത്യാവശ്യം പഞ്ഞി പറ്റിയിട്ടുണ്ടായിരുന്നു. അതിനെയൊക്കെ നുള്ളിപ്പറിച്ച് കളഞ്ഞിട്ട് ഒരു അനാവശ്യ പരിപാടിയാണ് ഞാൻ ഈ സ്കെച്ച് പെന്ന് കൊണ്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ആവശ്യമേ ഉണ്ടായിരുന്നില്ല. നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളൊക്കെ അവിടെ എഴുതി വെക്കുക. ദെൻ ഞാൻ അടുത്ത ജേർണലിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ പേജിൽ ഞാനൊരു ഗ്രിഡ് ലൈൻ പേപ്പറാണ് ഒട്ടിച്ചിട്ടുള്ളത്. ഈ ജേർണലിംഗിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ മൈ റുട്ടീൻ, എന്റെ ദൈനംദിന കാര്യങ്ങളാണ് ഞാൻ എഴുതി വെക്കുന്നത്. ദൈനംദിന കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ അന്നന്ന് ചെയ്യുന്ന സ്കിൻ കെയർ, ഹെയർ കെയർ, ബാത്തിങ്, റീഡിങ്, സ്ക്രീൻ ടൈം, ഇങ്ങനത്തെ കാര്യങ്ങൾ, പിന്നെ ഡ്രിങ്കിങ് വാട്ടർ, അങ്ങനത്തെ എസെൻഷ്യൽ ആയിട്ടുള്ള എക്സസൈസ്, ഇതൊക്കെ നിങ്ങൾക്ക് ഉൾപ്പെടുത്താം. എൻ്റെ കയ്യിൽ കുറച്ചധികം സ്റ്റിക്കേഴ്സ് ഉള്ളത് കൊണ്ടാണ് ഞാൻ സ്റ്റിക്കേഴ്സ് ഒട്ടിച്ചത്. ഇനി നിങ്ങളുടെ കയ്യിൽ സ്റ്റിക്കേഴ്സ് ഇല്ല, നിങ്ങൾക്ക് വരയ്ക്കാനേ അറിയുമെങ്കിൽ അങ്ങനെ വരയ്ക്കാം. ഇനി വരയ്ക്കാനും അറിയില്ല, ഇനി എന്തെങ്കിലും എഴുതി വെക്കാനേ പറ്റുള്ളെങ്കിൽ നിങ്ങൾക്ക് സ്റ്റൈലിഷ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഫോം യൂസ് ചെയ്ത് വരയ്ക്കാം കേട്ടോ. എഴുതാം കേട്ടോ. ഇതിൽ ഏറ്റവും താഴെ ഞാനൊരു ഹാർട്ട് ഒട്ടിച്ചിട്ടില്ലേ, അത് സെൽഫ് ലവിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ഐറ്റത്തിലോട്ട് പോവാം. ഇതിനും വേണ്ടിയിട്ടൊരു പ്രോപ്പർട്ടി വേണം. വേറൊന്നുമല്ല, ത്രെഡാണ് കേട്ടോ. ഇനി നിങ്ങളുടെ കയ്യിൽ ഇങ്ങനത്തെ ഊളൻ ത്രെഡ് ഇല്ലെങ്കിൽ ചാക്കുനൂലുണ്ടല്ലോ, ജ്യൂട്ട്, അത് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ സാധാരണ നൂലും യൂസ് ചെയ്യാം. ഇതൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ കുറച്ച് പാത്ത് ഈ സ്കെച്ച് പെൻ യൂസ് ചെയ്ത് വരച്ച് വെക്കാം കേട്ടോ. ഫെവിക്കോൾ വെച്ചാൽ നന്നായിട്ട് ഈ ത്രെഡൊക്കെ ഒട്ടും. പിന്നെ നിങ്ങളുടെ കയ്യിൽ ഫെവിക്കോൾ ഇല്ലാന്നുണ്ടെങ്കിൽ സാധാരണ ഗമ്മാണെങ്കിൽ ഒരുപാട് സമയം കൊടുക്കണം കേട്ടോ ഇതൊന്ന് ഒട്ടി വരാൻ. ഫെവിക്കോൾ ആണെങ്കിലും ഇത്രയധികം സമയം കൊടുക്കണം. അപ്പൊ അങ്ങനെ സമയം കൊടുത്തു പോകാനില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ B7000 എന്ന് പറയുന്ന ഈ പശ യൂസ് ചെയ്തത്. ഇത് പെട്ടെന്ന് അങ്ങ് ഒട്ടിക്കോളും, ഒട്ടും തന്നെ മെസ്സി ആവത്തുമില്ല. ഇതൊരു കിടിലൻ ഐഡിയ അല്ലേ? ഇത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അതുകൊണ്ട് മസ്റ്റ് ആയിട്ട് എന്റെ ജേർണലിനകത്ത് ഇത് വേണം എന്നുള്ളത് ഞാൻ വിചാരിച്ചത്. ദെൻ അടുത്തത് കുറച്ച് പേപ്പർ എടുക്കുക, പല കഷ്ണങ്ങളാക്കി മാറ്റുക. ഇതിന് നിങ്ങൾക്ക് ന്യൂസ് പേപ്പേഴ്സ് കൊടുക്കാം കേട്ടോ. എൻ്റെ കയ്യിൽ പിന്നെ ഇങ്ങനത്തെ പ്രസന്റേഷൻ പേപ്പർ ഉള്ളതുകൊണ്ട് ഞാൻ അതങ്ങ് എടുത്തു എന്നേ ഉള്ളൂ. എനിക്ക് ഗിഫ്റ്റ് ഒരാൾ തന്നതാണ്, ആ പേപ്പറാണ്. പക്ഷെ നല്ല പേപ്പറാണ് കേട്ടോ, നല്ല രാശിയുള്ള പേപ്പറാണ്. നമ്മുടെ ചാനലിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾക്ക് ഞാനത് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഒരു തീയിൽ കാണിച്ച് കരിച്ചെടുക്കുക. പിന്നെ ഈ തീയുമായിട്ടുള്ള പരിപാടികളൊക്കെ ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് ഹാൻഡിൽ വിത്ത് കെയർ. പിന്നെ വേറൊരു പേപ്പർ എടുത്ത് ജസ്റ്റ് ഇതുപോലെ കരിച്ച് വെച്ചിട്ട് നിങ്ങൾക്ക് എഴുതാനുള്ള ഇഷ്ടമുള്ള കാര്യം എഴുതി വെക്കാം. ഇതൊക്കെ സിമ്പിളും ആണ്, പക്ഷെ നമ്മുടെ ജേർണലിന് ഒരു ലുക്ക് കൊടുക്കുന്ന ഐറ്റവും കൂടിയാണ്. ചുമ്മാ സ്റ്റിക്കേഴ്സ് മാത്രം ഒട്ടിച്ചത് കൊണ്ട് ജേർണൽ അടിപൊളിയാവും എന്നൊന്നും നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. സ്റ്റിക്കേഴ്സ് ഒന്നും ഇല്ലെങ്കിൽ പോലും നമുക്ക് ഇതൊക്കെ ചെയ്ത് നല്ല അടിപൊളിയാക്കി എടുക്കാൻ പറ്റും. ഇനി അടുത്തതാണ്
ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കാര്യം. ഇത് ശരിക്കും പറഞ്ഞാൽ ബ്രൗൺ പേപ്പർ ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ വേറെ എന്തെങ്കിലും നോട്ട്ബുക്കിന്റെ പേപ്പറോ ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ കാര്യം കഴിഞ്ഞു കിട്ടും. എല്ലാം ഒന്ന് സ്ക്വയർ പീസിൽ എടുക്കുന്നുണ്ട്. സ്ക്വയറോ റെക്ടാംഗിളോ പിന്നെ ട്രയാംഗിളോ ഓവലോ ഇഷ്ടമുള്ള ഷേപ്പിൽ എടുക്കാം. അറ്റെല്ലാം കീറി ഒരു ഷേപ്പ്ലെസ് ഫോമിലാണ് കേട്ടോ നമ്മളിത് ഒട്ടിച്ചു വെക്കുന്നത്. പിന്നെ എൻ്റെ കയ്യിൽ ക്യാമിയുടെ ഒരു സ്റ്റിക്കർ അല്ല, ആക്ച്വലി അത് വേറൊരു സാധനത്തിൽ ഉണ്ടായിരുന്നതാണ്. അതിനെയും കൂടെ ഞാൻ വെട്ടി ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ മനസ്സിൽ തോന്നുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് എഴുതി വെക്കാമേ. ദെൻ നമ്മുടെ അടുത്ത ജേണലിലോട്ട് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇത് നോട്ട് ടു സെൽഫ് എന്ന് പറയും. അതായത് നമുക്ക് നമ്മളോട് തന്നെ പറയാനുള്ള കുറേ കാര്യങ്ങൾ. ചിലപ്പോൾ ഇത്ര നാളെ തൊട്ട് ഇത് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ ചെയ്യാത്ത കുറേ കാര്യങ്ങൾ കാണും അല്ലേ. നാളെ തൊട്ട് ഞാൻ ഇതേ ചെയ്യുള്ളൂ, ഇനി എന്ത് വന്നാലും ഞാൻ അങ്ങനെ പ്രതികരിക്കില്ല, അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്ന സ്വഭാവമായിരിക്കും, നാളെ തൊട്ട് ഞാൻ ദേഷ്യപ്പെടില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ നമ്മൾ നാളത്തേക്ക് വയ്ക്കും. പക്ഷെ ഒരിക്കലും അത് നടക്കാതെ പോകുന്നുണ്ടായിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതാണ് കേട്ടോ. ഈ മാനിഫെസ്റ്റേഷനൊക്കെ നല്ല വർക്കാവുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഈ സെൽഫ് നോട്ടൊക്കെ എഴുതുന്നത് നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആണ്. വളരെ ചെറുതായിരിക്കുമ്പോഴേ ഇത്തരം ടെക്നിക്കുകളൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അച്ചീവ്മെന്റ്സ് കൂടുതലായിരിക്കും. ആൻഡ് ഏറ്റവും ലാസ്റ്റത്തത്, എൻ്റെ ഭഗവാൻ, എനിക്ക് ഏറ്റവും ഇതിൽ ഇഷ്ടപ്പെട്ടതും അല്ലെങ്കിൽ എൻ്റെ ഡ്രീം എന്ന് പറയുന്ന ഒരു സംഭവമാണ് കേട്ടോ ഇത്. പ്ലേസസ് ഐ വുഡ് ലൈക്ക് ടു വിസിറ്റ് അല്ലേ, എനിക്ക് കാണാൻ ഇഷ്ടമുള്ള സ്ഥലങ്ങൾ. ഇപ്പോൾ ജസ്റ്റ് ഇതുപോലെ മാപ്പ് ഒന്ന് വരച്ചെടുത്തിട്ട് അതൊന്ന് ബ്ലാക്ക് കൊണ്ട് ഔട്ട്ലൈൻ ചെയ്ത് ആ പേപ്പേഴ്സൊക്കെ ഒന്ന് വെട്ടി ഒട്ടിക്കുന്നുണ്ട്. എനിക്ക് ഈ 2 സ്ഥലമാണ് കറൻ്റ്ലി കാണാൻ ഇഷ്ടം. ലണ്ടൻ മാത്രമല്ല കേട്ടോ, ഇതിനേക്കാളും കൂടുതലും ഉണ്ട്. ലണ്ടൻ എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഡിസ്നി വേൾഡിൽ പോകണം എന്നുള്ളത് എൻ്റെ വലിയ ആഗ്രഹമാണ് കേട്ടോ. എന്നിട്ട് ഇതിൽ കുറച്ചധികം ഡെക്കറേഷൻസും കാര്യങ്ങളും ഒക്കെ ചെയ്ത് നമ്മൾ വെക്കുന്നുണ്ട്. നമ്മുടെ എല്ലാ ജേർണൽസും അവസാനിച്ചിട്ടുണ്ട്. ഓൾമോസ്റ്റ് 10 ഐഡിയാസാണ് ഞാനിവിടെ കാണിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ട് കാണും എന്ന് എനിക്കറിയാം. കാരണം എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടത് മാത്രമാണ് ഞാൻ ഇതിനകത്ത് കാണിച്ചിട്ടുള്ളത് കേട്ടോ. എന്തായിരുന്നാലും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ചെയ്യുന്നതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് സെൻഡ് ചെയ്ത് തരാമേ. അതിന് വേണ്ടിയിട്ട് ഇൻസ്റ്റാഗ്രാമും കൂടെ ഫോളോ ചെയ്യാൻ മറക്കണ്ട. എന്തായിരുന്നാലും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട. താങ്ക് യു. ലവ് യു സോ മച്ച്.